വലിയ തർക്കങ്ങളാണ്, സമരങ്ങളാണ്, ഒരുപക്ഷെ തമ്മിൽ തല്ലുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഇയാൾക്ക് വേണ്ടിയത് ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്നുകിൽ ലോഡിന് 300 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ എടുത്ത് വസ്തു വാങ്ങുക. ഈ രണ്ട് കണ്ടീഷനുള്ള ആവശ്യമില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് പാറക്കോറി വേണ്ടെന്ന് പറയുന്നത്? ഞങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികളായതിന്റെ പേരിൽ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ ഈ വാർഡിലുള്ള ഒരു ലോഡിങ് തൊഴിലാളി, എനിക്കിവിടെ ലോഡ് വേണം. ഇവിടെ ഒരു കോറി തുടങ്ങണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളുടെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇതിന്റെ ഡെവലപ്മെന്റ് വർക്കും കാര്യങ്ങളും തർക്കം ഉന്നയിച്ചില്ല ജനങ്ങൾ. ആർക്കും തർക്കമില്ല. സത്യം ഉണ്ടെങ്കിൽ അവരെ തെളിയിപ്പിക്കട്ടെ. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനോടത്ത് കാനയർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പാറക്കോറി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ്. ഒരു വിഭാഗം ജനങ്ങൾ പാറക്കോറിയെ അനുകൂലിക്കുന്നു, അവർക്ക് അതിലൂടെ തൊഴിൽ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ മറുഭാഗം ജനങ്ങൾ അവർ പറയുന്നത് അവർ ഈ സ്ഥലത്തുള്ളവരാണ്. ഈ പാറക്കോറി ഇവിടെ വന്നാൽ അവരുടെ ജീവിതമില്ലാതാകും, അവരുടെ കുടിവെള്ളമില്ലാതാകും, ഈ ഭൂമിക്ക് ഇതിന്റെ ഘടന പോലും മാറിപ്പോവും എന്നൊക്കെ തർക്കമുന്നയിച്ചിരിക്കുന്നു. പക്ഷേ എന്നാൽ ഈ കോറി ഉടമ പറയുന്നത് എന്തെന്നാൽ ഈ കോറി ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു പബ്ലിക് ഹിയറിംഗ് അവർ നടത്തിയിരുന്നു സർക്കാർ. പക്ഷേ അതിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കണമായിരുന്നു. ഇന്ന് ഈ കോറിക്ക് വേണ്ടി, ഈ കോറി നടത്തുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ഇവിടെ ചിലവഴിച്ചു, തനിക്ക് പിന്മാറുവാൻ കഴിയില്ല എന്നാണ്. 8 വർഷമായിട്ട് ഇതിന്റെ അപ്രൂവലും കാര്യങ്ങളുമായിട്ട് ഒരുപാട് പേപ്പർ വർക്കും കഴിഞ്ഞാണ് ഇത് ഈ ഒരു ലെവലായത്. ഈ അവസാന നിമിഷം വന്നിട്ട് ഇത്രയും നാളൊരു തടസ്സവും ഇല്ല, ആരൊക്കെ ഒരു പരാതിയില്ല. ഇപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഇതുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ഇത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും അത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഈ ഒരു അവസാനം നാളെ വേണമെന്നുണ്ടെങ്കിലും കല്ല് നമുക്ക് കോരി കൊടുക്കാൻ പറ്റും. പക്ഷേ പറ്റാത്ത ഒരു അവസാന മൂവ്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കോറിയുമായി ബന്ധപ്പെട്ട അതെ ഓണർ സുഹൃത്താണ്. ഏകദേശം എത്ര ലക്ഷത്തോളം രൂപ, എത്ര കോടിയോളം രൂപ ഓരോ ദിവസം എത്രയോ പൈസ, കണക്കുകൾ പറയത്തില്ല. കണക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരും. എല്ലാം കൃത്യമായ കണക്കുകൾ ജനങ്ങൾക്ക് അതെ, ജനങ്ങൾക്ക് ഏകദേശം അറിയാം. ഇത്രയും വസ്തുക്കൾ വാങ്ങിച്ച് നമ്മളൊരു കോറിയാക്കി എടുത്ത് ഇതിന്റെ ഡെവലപ്മെന്റ് വർക്കും കാര്യങ്ങളും ആർക്കും തർക്കമില്ല. ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തർക്കവുമായി വരുന്നത്? അതാണ് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു തർക്കവുമായി വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ തർക്കം ഉന്നയിക്കുന്നത്? ഈ തർക്കം ഉന്നയിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വസ്തുവകൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാത്തിനും കൂടെ നിന്നത് ഈ പരാതിക്ക് മെയിനായിട്ട് നിൽക്കുന്ന വഹാബ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. അയാളെ കെയർ ഓഫിലാണ് ഇവിടെ ഈ വസ്തുക്കൾ വാങ്ങുന്നത്. അതിനുശേഷം ഇവിടുത്തെ റബ്ബർ വെട്ടുകയും അതിന് ആദായം എടുക്കുകയും 12 ഏക്കറോളം റബ്ബറിൻ്റെ ആദായം എടുത്തുകൊണ്ടിരുന്നത് ഈ വഹാബാണ്. അതിന് ഈ വെട്ടി റബ്ബറിൻ്റെ ആദായം എടുത്തുകൊണ്ടിരിക്കവേ അതിൽ നിന്നും എടുക്കുന്നതിൻ്റെ പകുതി പൈസ ഞങ്ങൾക്കും പകുതി പൈസ അയാൾക്കൊന്ന കണ്ടീഷനാണ് വെട്ടിയത്. 4 വർഷത്തോളം അയാൾ റബ്ബർ വെട്ടി എടുത്തതിന് ശേഷം 1 രൂപ പോലും തന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ അയാളുടെ റബ്ബർ വെട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അന്ന് മുതൽ ഇയാൾ ഇതിനെതിരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ റോഡ് റെഡിയാക്കി ലോഡ് കൊണ്ടുപോകുന്ന ആവശ്യമായിട്ട് പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ 11.25 സെൻറ്റ് സ്ഥലം നിങ്ങൾ എടുത്തിട്ട് എനിക്കൊരു 1 കോടി രൂപ തരണം. പോരാത്തതിന് അതായത് അയാൾക്ക് 11.25 സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ട്, ഏകദേശം ഒരു 10,300 സ്ക്വയർ ഫീറ്റ് ഒരു വീടുമുണ്ട്. ഇന്നത്തെ വില അനുസരിച്ചിട്ട് 30 ലക്ഷം രൂപ വരെ വിൽക്കും. അത് ഞങ്ങൾ എടുത്തുകൊണ്ട് അയാൾക്ക് 1 കോടി രൂപ കൊടുക്കണം. അയാൾക്ക് ബാങ്ക് ലോണും ബാധ്യതയുണ്ട്. അയാൾക്ക് തീർത്ത് വിടുന്ന അയാളെ സ്വദേശമായ മടത്തറയിലേക്ക് പോകണം എന്നാണ് അയാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ അയാളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളുടെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. അല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയാൾ. ആയിരിക്കാം. പക്ഷെ ആ ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് ഉറപ്പ് കൊടുക്കാനുള്ളത്? ഉറപ്പ് കൊടുക്കാൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ സർക്കാർ അനുവദിച്ച ദൂരപരിധി മാനദണ്ഡങ്ങളും ക്ലിയർ ചെയ്താണ് ഇതിപ്പം ആരംഭിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പം അനുവദിച്ചിരിക്കുന്ന 50 മീറ്ററാണ്. അയാളെ വീട് ഏകദേശം 380 മീറ്ററിന് പുറത്താണ് ഈ പരാതിക്കാരന്റെ വീട്. അല്ല, അയാൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇപ്പൊ സംഭവം ഇന്നിപ്പോ തീരും. ഇന്ന് വൈകുന്നേരം അയാളെ വസ്തു 1 കോടി രൂപ എടുത്ത് വാങ്ങുകയോ പകരം ഒരു ലോഡിന് 300 രൂപ വെച്ച് അയാൾ അക്കൗണ്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ തീരും. പ്രശ്നം. ഈ 2 കണ്ടീഷനുള്ള പുള്ളിക്കാരൻ. താങ്കളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അവർക്ക് എന്തുവാണോ എന്നെ കുറിച്ച് അവയ്ക്കാതെ പറഞ്ഞുണ്ടാക്കി അവർക്ക് ഈ തെറ്റിദ്ധരിപ്പിക്കാം. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. കാരണം ഇല്ലല്ലോ. റബ്ബർ വെട്ടി എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക്. എത്രയും നാൾ റബ്ബർ വെട്ടുന്ന ഇയാൾ എന്നെ ചോദിച്ചു. ഞാനിതിന്റെ പാർട്ണറാണ്. മുതലാളി ഇവിടെ ഞാനിതിന്റെ പാർട്ണറാണ്. ആരെയാണെന്ന് വെച്ചാണ് ഈ നിൽക്കുന്ന ആരെങ്കിലും ലൈസൻസ് ഉള്ളവരാണെന്ന് വെച്ചാണ്, അതുപോലെ ഈ പ്രദേശത്തുള്ളവരാണെന്നൊന്ന് ചോദിച്ചാണ്. പല വിഷയത്തിലും വിസ്മയം എന്ന മാധവി പല വിഷയത്തിലും വിസ്മയം. കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു പാർട്ണറാണ്. ഇയാൾക്ക് വേണ്ടിയത്
ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്നുകിൽ ലോഡിന് 300 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ എടുത്ത് വസ്തു വാങ്ങുക. ഈ രണ്ട് കണ്ടീഷനേ ഉള്ള അയാൾക്ക് ആവശ്യം ഇതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വേണമെന്ന് പറയുന്നത്? ഇവിടെ പാർക്കോറി ഇവിടെ 10-200 പേർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇത്രയും പേര്. ഒരു 4-5 പേര് അയാൾ ഒരു ലോഡിന് 300 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് 300 പറഞ്ഞത്. അപ്പൊ 300 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു അയാൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ ഒരു 4-5 പേരെയും കൊണ്ടുവന്നു. ഇത്രയും പേര് സപ്പോർട്ടാണ്. ഞങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികളായതിന്റെ പേരിൽ ഞങ്ങൾക്ക് വേണ്ട. അതിന്റെ പേരില് സാറേ ഇതിന് ചുറ്റും ഈ പാറയ്ക്ക് ചുറ്റും ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അത് 100 കണക്കിന് ഇത് നിങ്ങൾക്ക് ഈ കള്ളം വെത്ത സാറേ ഇവർക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞു. അത് ഇവരാരും ഈ നാട്ടുകാരല്ല, ഇവരാ ജീവന സ്വത്തിന് ഭീഷണി ഇല്ല. ഇതിന് ചുറ്റും അപ്പുറത്തെ സൈഡ് ഹരിജൻ കോളനിയാണ്. ഞാൻ ഈ വാർഡിലുള്ള ഒരു ലോഡിങ് തൊഴിലാണ്. എനിക്കിവിടെ ലോഡ് വേണം. ഇവിടെ ഒരു കോറി തുടങ്ങണം. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാരില്ല ഇവിടെ. ഇല്ല, ഒരു മനുഷ്യനുണ്ട്. ഞങ്ങളിവിടെ കർഷങ്ങളോളം പൊതു ശ്മശാനമാണ്. ഇതിന്റെ അടുത്ത ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? അതൊന്നും ഡേഞ്ചർ അല്ലേ ഇത്? അന്ന് പോലും വിഷയമല്ല. ഈ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഹിയറിംഗ് എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാം കിട്ടിയതാണ്. ശ്മശാനത്തിനെതിരെ സമരമായിട്ട് വന്നിട്ട് ഇവരാരും സമരത്തിൽ പങ്കെടുത്തില്ല. അന്ന് ശ്മശാനത്തിനെതിരായിട്ട് ഞാൻ സമരം വന്നു. അപ്പൊ ഇവർക്ക് ചില താഴത്തെ കിടക്കണത് കൊച്ചും കുട്ടിയായിട്ട് കിടക്കണം. പാറ അങ്ങോട്ട് വെടി വെച്ചാണ്ടല്ലോ നമ്മുടെ വീട്ടില് മനസ്സിലായില്ലേ? ഈ വാർഡിൽ താമസിക്കുന്നതാണ്. അപ്പൊ നമുക്കതൊരു ബുദ്ധിമുട്ടായ അത് നടത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ തന്നെ. എന്തായാലും ഇവിടെ പബ്ലിക് ഹിയറിംഗ് ഒക്കെ വെച്ചപ്പോൾ നിങ്ങൾ ഇത് തർക്കമൊന്നും വെച്ചിട്ടില്ല. പബ്ലിക് ഹിയറിംഗ് ഒന്നും വെച്ചിട്ടില്ല. സാർ ഒരു പബ്ലിക് ഹിയറിംഗ് വെച്ചിട്ടല്ലേ ഇവിടെ വെച്ചിരുന്നു? വിഷയം എന്താണെന്നറിയോ? ഇതിന്റെ വിഷയം ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, മനസ്സിലായില്ലേ, ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് നടത്തുന്ന സമരമാണ്. ഞങ്ങള് ഈ ശ്മശാനത്തിന് സമരം കിടന്ന ഒരാൾ ഇയാളാണ്. അന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കക്ഷി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അയലോക്കത്തുള്ള ആള് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പാവപ്പെട്ടവരെ വെച്ചോണ്ട് പാറക്കോറിക്കെതിരെ വിലയാണ്. ഈ പാറക്കോറിക്ക് ഈ ഉടമ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം ഇയാളാണ്. നിങ്ങൾ എന്നെ കാണിച്ചു കൊടുത്താ? നിങ്ങൾ സംസാരിക്കും. സത്യം ഉണ്ടെങ്കിൽ അവരെ തെളിയിപ്പിക്കട്ടെ. എന്തായാലും ശരി, തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരത്ത കാനയറ എന്ന സ്ഥലത്താണ് പ്രദേശത്ത് പാറക്കോറി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ്. ഒരു വിഭാഗം ജനങ്ങൾ പാറക്കോറിയെ അനുകൂലിക്കുന്നു, മറുവിഭാഗം ജനങ്ങൾ പാറക്കോറി വരണ്ട എന്ന് അവർ പറയുന്നു. എന്തായാലും ശരി ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങളാണ്. എന്തായാലും നമുക്ക് പറയാനുള്ളത്, പാറക്കോറി വരുന്നതിന് മുമ്പ് ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ജനങ്ങൾ ഇടപെട്ടില്ല എന്നാണ് അല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. 1 കോടി രൂപ ചോദിച്ച് അദ്ദേഹം ചോദിച്ചിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ കൊണ്ട് ഈ ഒപ്പിടിപ്പിച്ച് കള്ളത്തരം പറഞ്ഞ് 1 മാസമായി പൊട്ടിച്ചു തുടങ്ങി. നമുക്ക് പാറക്കോടി വരണം. കാരണം 1 മാസമായി ഞങ്ങൾക്ക് തൊഴിലില്ല. നമുക്ക് ഇവിടെ 150 പേർക്ക് തൊഴിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1 മാസമായി ഇവിടെ പൊട്ടിച്ചു തുടങ്ങിയിട്ട്. ഈ 1 മാസം വരെ ആയിരുന്നപ്പോൾ ഇവർക്ക് ഒരു അനുഭവം ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഈ പൈസയുടെ വിഷയം ഇങ്ങനെ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഹിയറിംഗ് വെക്കും സർക്കാർ. പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ലേ, അന്ന് ആ ഹിയറിംഗിൽ തർക്കം പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ പൈസ എന്തായാലും ശരി. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയാനോസ്.